അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടതുപോലെ തന്നെ ഏട്ടൻ്റെ കെട്ടുന്നറയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ വീടെത്തിയിട്ടാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ വീടെത്തിയിട്ടുണ്ട്. അപ്പോൾ വീടെത്തിയിട്ട് ഇന്ന് ഞാൻ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. ഇവിടെ വന്നിട്ടുള്ള വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. കാരണം ഇവിടെ വന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് എടുത്ത് കാണിക്കാൻ മാത്രം ഒന്നും ഉണ്ടാവില്ല കേട്ടോ. ഒരു കണ്ടൻ്റ് അല്ല, ഒന്നും ഉണ്ടാവില്ല, ഒരു ജോലി ഉണ്ടാവില്ല. അപ്പോൾ അത് കാരണം കൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കാതിരുന്നത്. പിന്നെ ഒരു റെസ്റ്റൊക്കെ വേണ്ടേ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അത് രാവിലെ തന്നെ ഇന്ന് നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ്, ചളവറയ്ക്ക് പോവുകയാണ് കേട്ടോ. ഇന്ന് എന്താ പറയുക, പുലർച്ചെ ഒക്കെ ആകുമ്പോഴത്തേനും ഏട്ടൻ വരും. അപ്പോൾ ഇന്നാണ് പോണത്. ഞായറാഴ്ച പോകാൻ പറ്റില്ല, ഞായറാഴ്ച തന്നെ വരുള്ളൂ. 12 മണി കഴിഞ്ഞാൽ പിന്നെ ഞായറാഴ്ച തന്നെയാണല്ലോ. ഞായറാഴ്ച തന്നെ ഏട്ടൻ വരുള്ളൂ. പക്ഷേ നമ്മൾ ഇന്ന് തന്നെ പോകുന്നുണ്ട് കേട്ടോ. കാരണം ഏട്ടൻ ആളില്ലാത്ത വീട്ടിലേക്ക് കയറി വരാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഇന്ന് തന്നെ ഞങ്ങൾ പോവും. അമ്മും പിന്നെ അതുപോലെ തന്നെ അമ്മമ്മയും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ നേരത്തെ നീച്ചില്ല കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞ് പിന്നെ പതിവാണല്ലോ, നേരത്തെ നീക്കൊന്നുമില്ല. എൻ്റെ ഇഷ്ടത്തിനേ നീക്കുള്ളൂ കേട്ടോ. അത് 7 മണിയാവാം, 8 മണിയാവാം, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ കുട്ടികൾ എന്തായാലും 6 മണിക്കൊക്കെ നീച്ചിട്ടുണ്ട്. അവർ പിന്നെ അവിടുത്തെ പോലെ തന്നെ ഇവിടെയും നേരത്തെ തന്നെ നീക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ ബ്രഷ് ചെയ്യലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. വെള്ളത്തിനാണെന്നുണ്ടെങ്കിൽ നല്ല തണുപ്പ് കേട്ടോ. ഞാൻ എന്തൊക്കെയോ പറയുന്നുണ്ട്, തണുപ്പുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ വോയിസ് അങ്ങോട്ട് കറക്റ്റ് അല്ല. കാരണം ഉറക്കത്തിൽ നീച്ച വോയിസ് ആയ കാരണം ഒരു സുഖമില്ല കേൾക്കാൻ. അതുകൊണ്ടാണ് ഞാനത് കട്ട് ചെയ്തത് കേട്ടോ. അപ്പോൾ വെള്ളത്തിനാണെന്നുണ്ടെങ്കിൽ നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കാരണം മഞ്ഞൊക്കെ തുടങ്ങി വെച്ചു. പിന്നെ അത് മാത്രമല്ല, ഇന്നലെ മുതലേക്കേ നല്ല മഴ, ഇന്നലെ അല്ല, കെട്ടുന്നറ മുതലേ നല്ല മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല ഓവറായിട്ടില്ലെങ്കിലും ചാറിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഭൂമിയും തണുത്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് തണുപ്പ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ തണുപ്പും കാര്യങ്ങളൊക്കെ ആയ കാരണം കൊണ്ട് നല്ല സുഖമായിട്ട് കിടന്നുറങ്ങാനൊക്കെ. അപ്പോൾ ഞാൻ പല്ല് തേക്കലൊക്കെ കഴിഞ്ഞിട്ട് നോക്കിയപ്പോൾ തുമ്പീനെ കാണില്ല, അമ്മൂനെയും കാണില്ല കേട്ടോ. രണ്ടാളിതാ പാടത്തേക്ക് നോക്കി നിൽക്കുകയാണ് കേട്ടോ. കുറച്ച് നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് കുറച്ച് ഇങ്ങോട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നല്ല കാറ്റുണ്ട് കേട്ടോ. ഇന്ന് നല്ല കാറ്റ് പറഞ്ഞാൽ നല്ല കാറ്റുണ്ടായിരുന്നു. പിന്നെ മഞ്ഞില്ല കേട്ടോ, തണുപ്പ് തന്നെ ഉള്ളൂ, മഞ്ഞില്ല. അത് ഈ മഴ പെയ്തതിന് തണുപ്പാണെന്ന് തോന്നുന്നു കേട്ടോ. മഞ്ഞൊന്നുമില്ല, നല്ല തണുവുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ നല്ല കാറ്റും ഉണ്ടായിരുന്നു കേട്ടോ. നല്ല സുഖമൊക്കെ ഉണ്ട് ഇവിടെ വന്ന് നിൽക്കാൻ വേണ്ടിയിട്ട്. കാണാനും ഒക്കെ നല്ല രസമൊക്കെ തന്നെയുണ്ട് കേട്ടോ. പക്ഷേ ഒടുക്കത്തെ തണുവായിരുന്നു കേട്ടോ. കൈയൊക്കെ നല്ല ഐസ് പോലെയാണ് കേട്ടോ ഇരിക്കുന്നത്. കണ്ടില്ലേ, നല്ല കാറ്റും വീശുന്നുണ്ട് കേട്ടോ. അപ്പോൾ തുമ്പിക്കുട്ടീനെയും കൊണ്ട് അവളിവിടെ വന്നിരിക്കുകയാണ് കേട്ടോ. തുമ്പിക്കുട്ടിക്കാണെങ്കിൽ ഇവിടെ വന്ന് കഴിഞ്ഞാൽ പാടത്തേക്ക് പോകണം, പറമ്പിലേക്ക് പോകണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വാശി പിടിച്ചും കൊണ്ടിരിക്കും കേട്ടോ. അങ്ങനെ അമ്മ അവളിനെയും കൊണ്ട് ഇങ്ങോട്ട് വന്നപ്പോൾ ഞാനും അവരുടെ പിന്നാലെ ഇങ്ങോട്ട് വന്നതാണ് കേട്ടോ. കിച്ചാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ഞങ്ങൾ വന്നത് അറിഞ്ഞിട്ടില്ല കേട്ടോ. അവൻ ടോയ്ലറ്റിലായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അവൻ അറിഞ്ഞിട്ടില്ല. പിന്നെ ഞാൻ ഇവരെന്താ അവിടെ പണിയെന്ന് നോക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ കാഴ്ചയൊക്കെ കണ്ട് നിന്ന് വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അമ്മൂനാണെന്നുണ്ടെങ്കിൽ ഇന്ന് ട്യൂഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അവൾ ഉച്ചവരെ ട്യൂഷന് പോയിട്ട്, ഉച്ചവരെ ഉള്ളൂ ട്യൂഷൻ, 1 മണി വരെ ഉള്ളൂ. അപ്പോൾ ഒരു 1:30 ആകുമ്പോഴത്തേനും എത്തും. അപ്പോൾ ആ ഒരു സമയത്ത് അവൾ വന്നതിന് ശേഷമാണ് പോകണുള്ളൂ, അല്ലെങ്കിൽ അവളുടെ ട്യൂഷൻ പോയില്ലേ. അപ്പോൾ അതുകൊണ്ട് ഇന്ന് പിന്നെ ശനിയാഴ്ച കാരണം ക്ലാസ്സില്ല, എക്സാമൊന്നുമില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ കാഴ്ചയൊക്കെ കണ്ട് നിന്ന് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. ഇനി ഇത് കുറേ ദൂരമൊന്നുമില്ല, തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ. കുറച്ചങ്ങോട്ട് നടക്കാനുണ്ടെന്ന് തന്നെ ഉള്ളൂ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്ന്. അങ്ങനെ കാഴ്ച കണ്ട് രസിച്ചിട്ട് ഞങ്ങൾ തണുത്തിട്ട് വയ്യ കേട്ടോ. നല്ല തണുപ്പുണ്ട് കേട്ടോ. കൈയൊക്കെ ഒരുമാതിരി കോച്ചി പിടിക്കണ പോലെ കേട്ടോ, നല്ല തണുവുള്ള കാരണം കൊണ്ട്. എന്നാൽ മഞ്ഞാണെങ്കിൽ ഇല്ലേനും, അതാണ് അത്ഭുതം കേട്ടോ. അങ്ങനെ ഞങ്ങളിതാ വീട്ടിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവളുടെ മുഖത്ത് ഞങ്ങനെ കൈ വെക്കുന്നുണ്ട് കേട്ടോ, തണുപ്പുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവൾ പറയുന്നുണ്ട് നല്ല തണുവുണ്ട് കേട്ടോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ തുമ്പിക്കുട്ടിക്ക് മുഖത്ത് വെച്ച് നോക്കിയപ്പോൾ അവൾക്ക് വലിയ എക്സ്പ്രഷനൊന്നും ഇല്ല. അപ്പോൾ ഞാൻ വയറുമൊന്ന് വെറുതെ വെച്ചു കേട്ടോ. അപ്പോൾ ഞങ്ങൾ വന്നപ്പോഴത്തേനും കിച്ചു ടോയ്ലറ്റിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ആൾ. അവനിതാ എന്നെന്താ കൊണ്ടുപോയിരുന്നു പറഞ്ഞിട്ട് മുഖമൊക്കെ ആകമാതിരി ആക്കിയിട്ടിരിക്കുകയാണ് കേട്ടോ. എനിക്കും പോകണം, പാടത്തേക്ക് പോകണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ മേമ്മയുടെ കൂടെ പോയിക്കോ, ഞാനൊന്നില്ല, എനിക്ക് വയ്യാന്ന് പറഞ്ഞിട്ട് ഞാനങ്ങനെ ഇരുന്നു കേട്ടോ. പിന്നെ അങ്ങനെ അവർ പാടത്തൊക്കെ പോയിട്ടൊന്ന് ചുറ്റിക്കറങ്ങിയിട്ട് വന്നു. ആ റോഡ് വരെ വെറുതെ രണ്ടാളെയും കൊണ്ട് വീണ്ടും അവൾ പോയിട്ടോ. അപ്പോൾ ഞാൻ ചായ കുടിക്കാം, നല്ല കട്ടൻ ചായ ഉണ്ട് കേട്ടോ, കാപ്പിയല്ല. ഇവിടെ വന്നു കഴിഞ്ഞാൽ കാപ്പി കിട്ടില്ല കേട്ടോ. കാപ്പിയല്ല ഇവിടെ വയ്ക്കുക, ഇവിടെ ചായയുടെ ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് ചായ ഉണ്ട് കേട്ടോ കുടിക്കേണ്ടത്. അപ്പോൾ അമ്മ രാവിലെ പോകുമ്പോൾ അപ്പം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എന്ന് പറയുമ്പോൾ ഈ അരിപ്പൊടി കലക്കിയിട്ട് ജീരകവും പിന്നെന്താ പഞ്ചസാരയും ഒക്കെ ഇട്ടിട്ടൊരു തട്ടിക്കൂട്ട് അപ്പം കേട്ടോ. അത് അമ്മ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അമ്മയ്ക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. കാരണം അമ്മ 5 മണിക്ക് പോവുക കാരണം കൊണ്ട് 5 മണിക്ക് പോകും കേട്ടോ. 5:30-ക്കൊക്കെയാണ് ബസ് ഉള്ളത്, ഫസ്റ്റ് ബസ്. അപ്പോൾ പോവുക കാരണം കൊണ്ട് അമ്മ ചെറുതായിട്ട് എന്തെങ്കിലും തട്ടിക്കൂട്ട് ഉണ്ടാക്കിക്കുള്ളൂ, ഞങ്ങളുടെ എന്തെങ്കിലും ഉണ്ടാക്കിക്കോ എന്നൊക്കെ പറയും കേട്ടോ. സാധനങ്ങളൊക്കെ ഇരിക്കണ്ടല്ലോ. പക്ഷേ ഞാൻ ഇവിടെ വന്ന് ഒരു പലഹാരം ഉണ്ടാക്കില്ല കേട്ടോ. എനിക്ക് തോന്നണം, എനിക്ക് മൂഡ് വന്നാലേ ഉണ്ടാക്കുള്ളൂ, അല്ലെങ്കിൽ ഒന്നും ഉണ്ടാക്കില്ല, മടിയാണ് കേട്ടോ. അങ്ങനെ ചായ കുടിക്കലും ഒക്കെ കഴിഞ്ഞു. അമ്മ പോവാണ് കേട്ടോ. അവൾക്ക് 10 മണി മുതൽ 1 മണി വരെയാണ് കേട്ടോ ട്യൂഷൻ ഉള്ളത്. അങ്ങനെ പിന്നെ അതിൻ്റെ ഇടയിൽ പ്രത്യേകിച്ച് കാണിക്കാൻ മാത്രമൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ഈ വെറുതെരിപ്പും ഫോണിൽ കളിക്കലും എഡിറ്റ് ചെയ്യലും അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു കേട്ടോ. അങ്ങനെ അവളിതാ കിച്ചനും തുമ്പിക്ക് ഉമ്മ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ നിൽക്കണത്.
അപ്പോൾ അവർക്ക് രണ്ടാൾക്കാണെങ്കിൽ എത്ര ഉമ്മ കൊടുത്താലും മതിയാവില്ല കേട്ടോ അമ്മൂന്. അങ്ങനെ അവളുടെ യാത്ര പറഞ്ഞിട്ട് പറഞ്ഞയക്കുന്നുണ്ട് കേട്ടോ. മേമ വേഗം വായോ കേട്ടോ, നേരത്തെ വായോ, മിഠായി വാങ്ങിച്ചിട്ട് വായോ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ലിസ്റ്റ് ഇട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ രണ്ടുപേരും. അപ്പോൾ അവളങ്ങനെ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. പിന്നെ അപ്പൂനാണെന്നുണ്ടെങ്കിൽ ട്യൂഷനും ഇല്ല, ക്ലാസ്സും ഇല്ല, എക്സാമും ഇല്ല, അങ്ങനെയൊന്നുമില്ല. അവൻ അവിടെ ഇരിക്കുന്നുണ്ട് അകത്ത്. ഞങ്ങളിതാ പുറത്ത് വന്നിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവൾ ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞു പോയി. അങ്ങനത്തെ ഒരു മണിക്ക് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങണം എന്നാണ് വിചാരിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ അത്രയും നേരം ഇല്ലാത്ത മഴ ഞങ്ങൾ ഇറങ്ങണ നേരത്ത് ഇങ്ങനെ ചാരിക്കൊണ്ട് നിൽക്കുകയായിരുന്നു കേട്ടോ. നല്ലോണം പെയ്യണമില്ല, എന്നാൽ നനയാനുള്ള മഴ ഉണ്ടായിരുന്നു കേട്ടോ. ചെറുതായിട്ട് ചാറലും തൂളലൊക്കെയാണ് കേട്ടോ. ഞങ്ങളിവിടെ ഡ്രസ്സൊക്കെ മാറ്റി റെഡിയായിട്ട് പോസ്റ്റായി നിൽക്കുകയാണ് കേട്ടോ, മഴ പോയിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഈ കുട്ടികളോട് മഴയത്ത് പോകുമ്പോൾ നല്ല പാടല്ലേ, അപ്പോൾ അതുകൊണ്ടാണ് ഇറങ്ങാൻ ചെറിയൊരു മടി കേട്ടോ. അമ്മ ആണെന്നുണ്ടെങ്കിൽ 1:30 ചേലക്കോട് സെൻറ്ററിലേക്ക് വായോട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം അവൾ ഇനി വീട്ടിലേക്ക് വരുന്നില്ല, ഇവിടെ വന്നിട്ട് പോകുമ്പോഴത്തേനും ഒരുപാട് നേരം പിടിക്കും. അപ്പോൾ അതുകൊണ്ട് അവൾ ഇങ്ങോട്ട് വരുന്നില്ല, ഞങ്ങളുടെ തങ്ങോട്ട് വരാൻ പറഞ്ഞു കേട്ടോ അവൾ. അപ്പോൾ അങ്ങനെ അവൾ ഇതാ ചേലക്കോട് സെൻറ്ററിൽ ഉണ്ടായിരുന്നു. ബസ്സൊക്കെ ഇറങ്ങിയിട്ട് അവൾ 1:30 അവിടെ എത്തിയിരിക്കുന്നു കേട്ടോ. ഞങ്ങളുടെ മെല്ലെ ചെറിയൊരു മഴച്ചാറലേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് വേഗം ഇങ്ങോട്ട് പോന്നു. അധികം നേരം മഴ പോണ വരെ നിൽക്കാൻ നിന്ന് കഴിഞ്ഞാൽ പിന്നെ പോക്കുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് വേഗം പോന്നു കേട്ടോ. അങ്ങനെ ഒറ്റപ്പാലത്തിന് ഞങ്ങളിതാ ബസ് കയറി, ചളവറയ്ക്കുള്ള ബസ്സൊക്കെ കയറിയിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, ഞങ്ങൾക്ക് 2:30 ബസ്സിൽ വരണം എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. പക്ഷേ ഞങ്ങളുടെ അവിടെ നിന്നുള്ള ബസ് ഞങ്ങളെ പറ്റിച്ച കാരണം കൊണ്ട് ഞങ്ങൾക്ക് 2:30 ബസ് കിട്ടിയില്ല കേട്ടോ. ഇപ്പം ഞങ്ങൾ വരുന്നത് 4 മണിക്കാണ് കേട്ടോ ഈ ഒരു ബസ് നമ്മുടെ അവിടെ എത്തുള്ളൂ, കൈലിയാട് എത്തുള്ളൂ കേട്ടോ. അവിടെ നിന്ന് വേറെ ബസ്സിൽ ഇനി പോകണം. അങ്ങനെയാണ്. അങ്ങനെ ഇതാ വന്നിട്ട് പിന്നെ വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല, കാരണം ഒരുപാട് പണികളുണ്ടായിരുന്നു. ഇപ്പോൾ അടിക്കലും തുടക്കലും മുറ്റടിച്ച് വാരലും പിന്നെ ചോറിനുള്ളത് വെച്ചിട്ടുണ്ട്, ചോറായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതൊക്കെ ആയിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് കേട്ടോ. ഇരുട്ടായപ്പോഴത്തേനും 7 മണിയൊക്കെ ആവാറായിട്ടുണ്ട്. 7 മണിയല്ല, 6:30 7 മണി ആവാറായിട്ടുണ്ട്. അപ്പോൾ കിച്ചു ഇതാ എഴുതുന്നുണ്ട് ഇരുന്നിട്ട്. ചോറ് കണ്ടില്ല, നമ്മുടെ അടുപ്പത്ത് തന്നെ അടുപ്പത്തായിട്ടുള്ളൂ കേട്ടോ, വെന്തിട്ടില്ല, വേവണേ ഉള്ളൂ. അപ്പോൾ ഞാൻ വരുമ്പോൾ കൈലിയായിട്ട് ഇറങ്ങിയിട്ട് ഞങ്ങൾ എന്താ പറയുക, കറി വെക്കാനുള്ള സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. സാധനങ്ങൾ പറയുമ്പോൾ കോളിഫ്ലവർ, പിന്നെ കാപ്പി വെച്ചിട്ടുണ്ട്, കുടിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ കോളിഫ്ലവർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഇവിടെ അമ്മു നേരാക്കി വെച്ചിട്ടിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ അവൾ അതിലേക്ക് വേണ്ടിയിട്ടുള്ള മസാലയ്ക്കുള്ള സംഭവങ്ങളൊക്കെ റെഡിയാക്കി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്കിനി ഒന്ന് മേലെഴുകുകയൊക്കെ വേണം. അപ്പോൾ അതുകൊണ്ട് അവൾക്ക് ആ ജോലി ഞാൻ അവളെ ഏൽപ്പിച്ചു കേട്ടോ. അങ്ങനെ ഇതാ എന്താ പറയുക, ഒരുവിധം പണികളൊക്കെ തീർന്നപ്പോൾ തന്നെ ആകെ വയ്യാതായി കേട്ടോ. എവിടേക്കെങ്കിലും പോയി വന്നാൽ ഇതാണ് കേട്ടോ ആകെയുള്ള പ്രശ്നം. അപ്പോൾ ഇന്നലെ ആ വീഡിയോ ഞാൻ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തിട്ടോ. അത് പിറ്റേ ദിവസം ഏട്ടൻ വന്നിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. ഏട്ടൻ വന്നു, ഇന്നലെ 2 മണിക്കാണ് ഏട്ടൻ വന്നത് കേട്ടോ. ഇന്നലെ അല്ല, ഇന്ന് തന്നെ പുലർച്ചെ 2 മണിക്ക്. അങ്ങനെ ഏട്ടൻ അത് കുട്ടികൾക്കുള്ള കളിക്കാനുള്ള വണ്ടികളും കാര്യങ്ങളും അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അവരത് കളിച്ചും കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആ ഒരു ക്ലിപ്പ് മാത്രം ഇതിലേക്ക് ഇട്ടു എന്ന് തന്നെ ഉള്ളൂ, എടുക്കണമെന്ന് വിചാരിച്ചല്ല കേട്ടോ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഈ ഒരു വീഡിയോൻ്റെ കൂടെ ഇതും കൂടി ആഡ് ചെയ്യണത് ഞാൻ. ഇപ്പോൾ രാവിലെ തന്നെ വെച്ച് രണ്ടുപേരും ഒരു അടിപിടിയൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. എനിക്ക് അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അടിപിടി കൂടിക്കൊണ്ടിരിക്കുന്നു കേട്ടോ. രണ്ടുപേർക്കും ഒരേപോലത്തെ വാങ്ങിയില്ലെങ്കിൽ അതാണ് കേട്ടോ പ്രശ്നം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ഇത്ര തന്നെ ഉള്ളൂ. ഇനി ഞാൻ എന്തായാലും ഡെയിലി വീഡിയോ ഇടാനായിട്ട് നോക്കാം കേട്ടോ. നമ്മൾ ചളവറ എത്തിയില്ല, അപ്പോൾ ഇനി എന്തായാലും ഡെയിലി വീഡിയോ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.